പഴുത്ത മാങ്ങ വെച്ച് നമുക്ക് നല്ല ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തിക്കറി ഉണ്ടാക്കിയാലോ. അതിന് പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മാങ്ങേൻ്റെ സമയത്ത് ഉപ്പിലിട്ട് വെച്ചത് കേട്ടോ. പഴുത്ത മാങ്ങ ഇങ്ങനെ വീണ് കിടക്കൂലേ, അത് ഇതേപോലെ അരിഞ്ഞിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളവും കുറച്ച് വിനാഗിരിയും, തിളപ്പിച്ചറിയ വെള്ളം വേണ്ടത്. കുറച്ച് വിനാഗിരിയും ഈ മാങ്ങ അരിഞ്ഞതും ഇട്ട് ഉപ്പും ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് വെച്ചത്. അത് ഇത് മുഴുവനോടുള്ള മാങ്ങയും അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് വെക്കുക. തിളപ്പിച്ചറിയ വെള്ളവും വിനാഗിരി ഉപ്പ്, അതിനിത് ഒരു വർഷം വരെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാനൊരു 3 പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് വെച്ച് ഇനി നമുക്കത് ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ജാറിൽ ഇടുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി, ഒരു 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5-6 കാന്താരി മുളകാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കുറച്ച് മല്ലിയിലയും ഇട്ട് ഒന്ന് ഇതേ പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അതിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ആ അരക്കുന്ന സമയത്ത് ഒരു നല്ല പുളിയുടെ തൈരാണെങ്കിൽ 1 സ്പൂണ് മതി. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു 2-3 സ്പൂണ് തൈരെടുക്കുക. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ടാ. ഇനി നമുക്കിതിനൊരു വറവ് ഇടണം, താളിക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും ഇട്ട് നമുക്കിതൊന്ന് താളിച്ചെടുത്ത് അതിലൊഴിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ കൂടിയാണിത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ മാങ്ങ ഈ വർഷം വരെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഉപകാരമുള്ള വീഡിയോ അല്ലേ. സി യു.